സൂര്യകാന്തിയുടെ ജന്മദേശം എവിടെ? അമേരിക്ക, യുറേഷ്യ, മലേഷ്യ, ഈജിപ്ത്. സൂര്യകാന്തി പൂവിന്റെ ജന്മദേശം അമേരിക്കയിലാണ്. എന്തിനെയാണ് നിശബ്ദനായ കൊലയാളി എന്ന് പറയുന്നത്? നിശബ്ദനായ കൊലയാളി എന്ന് പറയുന്നത് രക്തസമ്മർദ്ദത്തെയാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാൻ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? അശോകം, ആൽമരം, ചന്ദനമരം, കൂവളം. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് അശോകം. കറക്ഷൻ ഉണ്ട്. വിരലുകൾ ഇല്ലാത്ത ജീവി ഏത്? ആന, ഒട്ടകം, ജിറാഫ്, ചീറ്റപ്പുലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിരലുകൾ ഇല്ലാത്ത ജീവിയാണ് ആന. നഖമുണ്ട്, വിരലില്ല. കൂടുണ്ടാക്കി മുട്ടയിടുന്ന പാമ്പ് ഏത്? മൂർഖൻ പാമ്പ്, അണലി, രാജവെമ്പാല, ശംഖുവരയൻ. സ്വന്തമായി കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കുന്ന പാമ്പാണ് അണലി. ശരീരത്തിൽ പ്രോട്ടീൻ കാണപ്പെടുന്ന ഭാഗം ഏത്? രക്തത്തിൽ, മജ്ജയിൽ, കരളിൽ, ശരീരഭാഗങ്ങളിൽ എല്ലാം. മനുഷ്യനിൽ പ്രോട്ടീൻ കാണപ്പെടുന്ന ഭാഗമാണ് അവന്റെ ശരീരഭാഗങ്ങളിൽ എല്ലാം. മിന്നാമിനുങ്ങിന് വെളിച്ചം നൽകാൻ കഴിയുന്ന രാസവസ്തു ഏത്? ലൂസിഫറിൻ, അസറ്റോൺ, സോഡിയം സിലിക്കേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്. മിന്നാമിനുങ്ങിന് വെളിച്ചം നൽകാൻ കഴിയുന്ന രാസവസ്തുവാണ് ലൂസിഫറിൻ. ലാക്ടോസ് സ്വതന്ത്രാവസ്ഥയിൽ കാണുന്ന ഏക ആഹാര വസ്തു ഏത്? പാൽ, മുട്ട, ഇറച്ചി, മീൻ. ഏക ആഹാര വസ്തുവാണ് പാൽ. മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ലോഹം ഏത്? ചെമ്പ്, ഇരുമ്പ്, അലൂമിനിയം, പിച്ചള. മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ലോഹമാണ് ചെമ്പ്. ചെമ്പാണ് ആദ്യം ഉപയോഗിച്ചത്. സ്ത്രീയുടെ സ്തനങ്ങളുടെ വലിപ്പം വലുതാണെങ്കിൽ രതിമൂർച്ച കൂടുതലായിരിക്കും, വികാരം കുറഞ്ഞവരായിരിക്കും, ബുദ്ധി കൂടുതലായിരിക്കും, ബുദ്ധി കുറവായിരിക്കും. സ്ത്രീയുടെ സ്തനങ്ങൾ വലുതാണെങ്കിൽ ബുദ്ധി കുറവായിരിക്കുമെന്ന് പറയുന്നു.